സ്വർണ്ണക്കൊള്ളക്കെതിരെയും യുവജന വഞ്ചനയ്ക്കെതിരെയും യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഹലോ 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 മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. ശാലിനിയിലേക്ക് പോകുന്നു. ശാലിനി, ശക്തമായ പ്രതിഷേധം തന്നെയാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെയും അതോടൊപ്പം സംസ്ഥാന സർക്കാർ നടത്തുന്ന യുവജന വഞ്ചനയ്ക്കെതിരെയുമാണ് നിലവിലിപ്പോൾ യുവമോർച്ചയുടെ മാർച്ച് ആരംഭിച്ചു. അല്ലെ, എവിടെ നിന്ന് എവിടെ വരെയാണ് മാർച്ച്? വലിയ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം കൊണ്ടുതന്നെ മാർച്ച് ശ്രദ്ധേയമാണല്ലോ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് യുവമോർച്ചയുടെ ഈ മാർച്ച് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. കാരണം അതിശക്തമായ സമരം ശബരിമല വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. ആ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിൽ യുവമോർച്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുചേർന്നിരുന്നു. ഇന്നിപ്പോൾ ശബരിമല വിഷയം മാത്രമല്ല, യുവജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാർ, ആ യുവജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാരിനെതിരെ യുവജന വഞ്ചനയ്ക്കെതിരെയും കൂടിയാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം പാളയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ആ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ MG റോഡ് വഴി സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ മോർച്ചയുടെ സംസ്ഥാന നേതൃത്വം ചുമതലയേറ്റതിനു ശേഷം ഒരുപക്ഷെ നടക്കുന്ന ഏറ്റവും വലിയൊരു പരിപാടിയായി തന്നെ ഈ ഒരു പ്രതിഷേധ മാർച്ചിനെ കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുവമോർച്ച പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയിരുന്നു. ഒപ്പം തന്നെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തിയിരുന്നു. ആ സമയത്തൊക്കെ അപ്പുറം ശബരിമലയിൽ സ്വർണം കട്ടുമുടിക്കുന്ന, ശബരിമലയിലെ സ്വർണ്ണ കവർച്ച നടത്തുന്ന ഇടത് സർക്കാരിനെതിരെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മുൻ ദേവസ്വം മന്ത്രിമാർക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിമാർക്കുമെതിരെയും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെയുമാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം, യുവജന പങ്കാളിത്തം ഈ ഒരു പ്രതിഷേധ മാർച്ചിനെ ഈ ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയധികം ആളുകൾ ശബരിമല എന്ന വികാരത്തെ, ശബരിമല എന്ന ഭക്തരുടെ ആ ഒരു വികാരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകുന്നത്. BJPയുടെ മുതിർന്ന പ്രവർത്തകരടക്കമുള്ളവർ ഉണ്ട്. ഒപ്പം തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കന്മാർ, സംസ്ഥാന സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടറിമാർ, ഒപ്പം തന്നെ മണ്ഡലം ചുമതലയുള്ള സെക്രട്ടറിമാർ അടക്കമുള്ളവരും ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉദ്ഘാടനം ചെയ്യും. BJPയുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, ഒപ്പം തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ, V മനുപ്രസാദ് അടക്കമുള്ളവർ ഈ ഒരു സമരത്തിന്റെ മുൻനിരയിൽ തന്നെ നമുക്ക് കാണാം. ഒരു രീതിയിലും സർക്കാർ നടപടി അംഗീകരിക്കാനാകില്ല. കൃത്യമായ അന്വേഷണം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. ആരൊക്കെയാണ് ശബരിമലയിലെ സ്വർണം കട്ടുമുടിച്ചത്, കവർച്ച നടത്തിയത്, അതിന് പിന്നിൽ പ്രവർത്തിച്ചതാര്, ആരുടെ ആളാണ് ഈ പോറ്റി അടക്കമുള്ള ആളുകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ അന്വേഷണത്തിന്റെ മുൻപാകെ വരണം. ഒരു കേന്ദ്ര ഏജൻസി ഈ അന്വേഷണം നടത്തണമെന്ന ആവശ്യമടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. നമ്മളിപ്പോൾ ഈ ബാനറിൽ കാണാം, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പിണറായി സർക്കാരിനെതിരെ ആണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത്.
എന്തായാലും സ്വർണ്ണക്കള്ള എന്ന് വിളിച്ചുകൊണ്ടും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടും ഒപ്പം തന്നെ ശരണമന്ത്രങ്ങൾ വിളിച്ചുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുമാണ് ഈ ഒരു ശക്തമായ പ്രതിഷേധം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സമാന കാലത്തൊന്നും സെക്രട്ടേറിയറ്റ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരത്തിനായിരിക്കും വരുന്ന മണിക്കൂറിൽ വരുന്ന നിമിഷങ്ങൾ സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിക്കാൻ പോകുക എന്നുള്ളതാണ്. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും മന്ത്രിമാരുടെയും ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ തെളിവുകളടക്കം ഹൈക്കോടതിക്ക് മുൻപാകെ എത്തുന്നു. മഹസർ അടക്കമുള്ള രേഖകൾ ഹൈക്കോടതിക്കും അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തുമ്പോഴും കാര്യമായ രീതിയിൽ പ്രതികരിക്കാത്ത ഇടത് സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ കൃത്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. ആ മൗനമടക്കമുള്ള കാര്യങ്ങൾ ഓരോന്നും അക്കമിട്ട് ചോദിച്ചുകൊണ്ടാണ് യുവജന സംഘടനയായ യുവമോർച്ച ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിലൊന്നും സെക്രട്ടേറിയറ്റോ തിരുവനന്തപുരം നഗരമോ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം, യുവജന പങ്കാളിത്തം ഈ ഒരു പ്രതിഷേധ മാർച്ചിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിന് ഇത്രയധികം പ്പെടുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മറ്റ് ഇടത് വലത് മുന്നണികളുടെ സംഘടനകൾ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചിനോ അല്ലെങ്കിൽ പ്രതിഷേധത്തിനോ നേതൃത്വം നൽകിയിരുന്നില്ല. ആ നേതൃത്വം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് യുവമോർച്ചയാണ്. അതിശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയങ്ങളിൽ. ശരി ശാലിനി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ആണ് യുവമോർച്ചയുടെ മാർച്ച്. സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.